ബി.ജെ.പിയുടെ പ്രഭാരി ശ്രീമതി അപരാജിത സാരംഗി IAS ഓഫീസറാണ്. ഭുവനേശ്വറിൽ നിന്നുള്ള MP ആണ്. പല വഖഫ് ബോർഡിൻ്റെയൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള മെമ്പറാണ്. മാഡം ഒരിക്കൽ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ വന്നപ്പോൾ, അതായത് BJPയുടെ മീറ്റിങ്ങിൽ വന്നപ്പോൾ ശ്രീമതി അപരാജിത പറയുകയുണ്ടായി, ഒരു വോട്ടിനാണെങ്കിൽ പോലും ജയിച്ചില്ലെങ്കിൽ, ഇനി ടോസ് നേടിയിട്ടാണെങ്കിലും നമ്മൾ ജയിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേഷൻ്റെ ഉള്ളിലോ അതുപോലെ നിയമസഭയുടെ ഉള്ളിലോ പാർലമെൻറ്റിലോ കയറാൻ പറ്റില്ല. തോറ്റ MLA എന്നും പറഞ്ഞ് നമ്മളുടെ ഇന്നസെൻ്റ് ഒരു സിനിമയിൽ ഓടി നടക്കുന്നുണ്ട്. അതുപോലെ സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളെല്ലാവരും ചിരിച്ചു തള്ളുകയും ചെയ്തു. അപ്പോൾ വിജയം എന്ന് പറയുന്നത് സുപ്രധാനമായൊരു കാര്യമാണ്. ഭരണം എന്ന് പറയുന്നതും സുപ്രധാനമായൊരു കാര്യമാണ്. അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ആണിപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുന്നോട്ട് പോകണം എന്ന് എനിക്ക് തോന്നുന്നു. BJPയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ BJPയുടെ പ്രവർത്തകയാണ്. ഞങ്ങളും ഗൃഹസമ്പർക്കം മുതൽ ഞങ്ങളുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ള സമരമുറകളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം മറന്ന് എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും സ്വയം മരിച്ചിട്ടാണെങ്കിലും ഭരണം എന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മുന്നണികളും, LDFും UDF എന്നും പറയേണ്ടി വന്നിരിക്കും. താങ്കൾ വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. ആദ്യം ആഗോള സംഗമം തന്നെ എന്തിനു വേണ്ടിയാണ്? അയ്യപ്പ സംഗമം. അതൊരു ആഗോള ആരുമില്ലാത്ത സംഗമമായി മാറി. നമ്മൾ ആരെ കൊണ്ടൊക്കെ നിറപ്പിച്ചു. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു ബിസിനസ്മാൻ പോലും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ബിസിനസ് ലുക്കിംഗ്. ഞാനും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ ബിസിനസ് മാനാണ്. ഒരു ബിസിനസ് മീറ്റിന് പോകുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആരെയും ഞാൻ കണ്ടില്ല. ഒരു സാധാരണ ആളുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരാരും തന്നെ ശബരിമലയിലേക്ക് വ്യക്തമായ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല എന്ന് വ്യക്തമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സ്വർണത്തിൻ്റെ ശരിക്കും എല്ലാവരും മനസ്സ് പിടിച്ചൊലച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് BJP ഒരു ശബരിമല സ്വർണ്ണ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങളൊരു മാർച്ച് നടത്തി. ഞാൻ ഇവിടെ കുറേ കൊല്ലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മുഖപരിചയമില്ലാത്ത എത്ര പേരാണ് ആ ജാഥയിൽ വന്നതെന്നറിയാം. അതായത് അയ്യപ്പനെ നമുക്ക് രക്ഷിക്കണമെന്ന് മനസ്സോടുകൂടി ധാരാളം പേര് BJPയുടെ കൊടിക്കീഴിൽ അണിനിരന്ന് വന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിലാണ് താരം. ഉദയനാണ് താരം എന്നൊക്കെ പറയുന്നത്. ഷാഫിയാണ് കുറച്ച് നാളായി താരമായിട്ട് നിൽക്കുന്നു, പല പ്രശ്നങ്ങൾ കൊണ്ട് അറിയാമല്ലോ. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഒരു കോളേജ് തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് ഒരു അടി നടക്കുമ്പോൾ ചാടിക്കയറി അതിലേക്ക് വീഴുകയും പരിക്ക് സ്വയം എരന്ന് വാങ്ങിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. റണ്ണർ പോകുന്നു. ബ്രേക്കിംഗ് ന്യൂസായിട്ട് മൂക്കിന് വളരെ വലിയ മാരകമായ അപകടം പറ്റിയിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ വേണം. ഇത് എങ്ങോട്ടേക്കാണ്? സാമദാന ഭേദം ദണ്ണെന്ന് പറയും. അതിൽ ദണ്ണം നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങാണ്. എന്നെ അടിക്കൂ, എനിക്കൊരു ലൈംലൈറ്റ് തരൂ, എന്നെ നിങ്ങൾ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. എന്താണ് ഇങ്ങനെ ഇവര് ഒരു തരം ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ പറയും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയും. ഈ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന നാടകമാണിതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതിപ്പം ഈ ചേച്ചി പറഞ്ഞത് വോട്ട് കിട്ടുന്നതിന് ഏത് മാർഗവും സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ ലോക്കൽ ബോഡി. അപ്പം അതിനകത്ത് അതിന്റെ മുമ്പേ ഒരു വലിയ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ എന്ന് പറയുന്നതോടൊക്കെയാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് 3 പേരും അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും CPM ആയാലും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് BJP വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 20% വോട്ട് അവർ പിടിച്ചു കഴിഞ്ഞു. അപ്പം അതിനകത്തൊരു 10% കൂടെ വന്നാൽ പിന്നെ ത്രികോണ മത്സരത്തിനകത്ത് ആകുന്ന ഒരു കേരളത്തിലേക്ക് പോകും. ഇതുവരെ LDF UDF എന്ന് പറയുന്ന മാത്രം ആലോചിച്ചാൽ മതിയായിരുന്നു. BJP എന്തൊരു 2-4% ഉള്ളൂ. അപ്പോൾ BJP കേരളത്തിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുന്നു. അത് ഒരു കൂടുതലാക്കി 25% വോട്ട് പിടിക്കണമെന്നാണ് ഈ BJPയുടെ, ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഏറ്റവും അവസാനം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു പണി BJP നടത്തും. ഈ പറയുന്നത് പോലെ അടുത്ത ഇലക്ഷന് ജയിച്ചില്ലെങ്കിൽ ഇനിയും ഇന്ത്യയിൽ ഇല്ലാത്തതുപോലെ കേരളത്തിൽ ഇനിയും ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്. അപ്പം അതിൻ്റെ അകത്ത് അവിടെ ജയിച്ചാൽ ആൾക്കാർക്കൊരു തോന്നൽ വരും, അടുത്ത കോൺഗ്രസ് ആണ്. തോന്നൽ ഇലക്ഷനകത്ത് ഒരു പരിധിവരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു. മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരണം. അതായത് ഞാനീ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ കൂട്ട് തന്നെ CPMന് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയിലുടനീളം ഇല്ല ആ സാധനം. കാരണം ഇനി ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ കൂടെ പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ്. അപ്പൊ അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. അതായത് ഒരു പാർട്ടിക്ക് ഇവിടെ ഒരു
സ്റ്റാൻഡ് ഉണ്ടാക്കണം BJPക്ക്. ബാക്കി ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം, രണ്ട് പാർട്ടികൾക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു പോക്കാണ്. അപ്പം അത് ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം പഴിചാരൽ, കുറ്റപ്പെടുത്തലുകൾ കേരളത്തിൽ പ്രത്യേകിച്ച് വികസനത്തിൽ ഊന്നിയുള്ള വർത്തമാനമില്ല. മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്താലും അത് ചെയ്യുന്നതിനെ പറ്റി മാധ്യമങ്ങൾക്കും ആ ചർച്ചയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു പല സംസ്ഥാനങ്ങളിലും അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. മാത്രമല്ല, കേന്ദ്രത്തിലെ BJPയെ പരിശോധിക്കുമ്പോൾ, നരേന്ദ്രമോദിയെ പരിശോധിക്കുമ്പോൾ എല്ലാവരും പറയും വർഗീയ ധ്രുവീകരണത്തിൽ കൂടി വരുന്നതും അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് ഒന്നും അല്ല. അത് ആദ്യം അവർ വന്നു, അവർ ചിലപ്പോൾ രാമജന്മക്ഷേത്രമൊക്കെ പറയും. ഇപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ വികസനത്തിലൂന്നിയാ പോകുന്നത്. അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ ഇപ്പോഴും എന്താ പറയുന്നത്, ഈ പറഞ്ഞ പിണറായി അവിടോട്ട് പോയി മോദിയെ കണ്ട് കൈ കൊടുത്തു, അല്ലെങ്കിൽ VD സതീശൻ അങ്ങോട്ട് പോയി RSS നേതാവെ കണ്ടു, അജിത് കുമാർ RSS നേതാവെ കണ്ടു. ഇങ്ങനെ ആ രീതിയിൽ ഇത് എത്ര ദിവസം നിൽക്കും? ഇപ്പം ഞാനീ പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഒന്ന് ഇടപെടാൻ അനുവദിക്കണം. അതായത് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ പ്രധാനമന്ത്രിയുടെ 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള 5 ലക്ഷം രൂപ ഇത് കിട്ടുന്ന, അതായത് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് എടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ അസുഖം വന്നു. അദ്ദേഹം അതും കൊണ്ട് നമ്മൾ ജനറൽ ആശുപത്രിയിൽ പോയിട്ട് എൻ്റർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യ കാർഡും ക്യാൻസൽഡായി. നമ്മൾ ഇതുവരെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പരിരക്ഷയുണ്ട്. 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ഇൻഷുറൻസ് ഓരോ പൗരന്മാർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും അല്ല ഭാര്യയുടെ അമ്മയ്ക്കും എല്ലാവർക്കും കിട്ടും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കിട്ടും, ഒരു കുടുംബത്തിനല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കിടന്ന് കരയാണ് അവർ. ഈ കാർഡ് എടുത്തു വെച്ചു, അത് എൻട്രി ചെയ്തപ്പോൾ കാരുണ്യ ക്യാൻസൽഡായി. ഞാൻ ഉടനെ ഇവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറയുന്നത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല. അങ്ങനെ കേരള സർക്കാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അവരുടെ മാത്രമാണോ മൊത്തത്തിൽ വ്യാപകമായിട്ടാണോ? അല്ല, കാരുണ്യ വേറെ ഒരു സ്ഥലത്തും ഇല്ല, കേരളത്തിന്റെ മാത്രമല്ലേ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. 5 ലക്ഷം രൂപയുടെ പരിരക്ഷയുണ്ട്. കേരളം മാത്രമേ തുറന്നിട്ടില്ല, ആ പരിരക്ഷ തുറന്നിട്ടില്ല. എല്ലാവരും കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കാർഡ് കാണിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടേണ്ട കാരുണ്യ പോലും ബ്ലോക്കാക്കി കളഞ്ഞു. അപ്പോൾ ഇരുതരം ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് അവർ എടുക്കരുത് എന്നുള്ളൊരു ധാരണ വരുത്താനും വേണ്ടിയായിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് BPL കുടുംബങ്ങൾക്ക് കൊടുത്തപ്പോൾ ഇതുപോലെ 1 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ അത് നടപ്പിലാക്കിയത്. കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് 1 വർഷം കഴിഞ്ഞ് ജനങ്ങൾ അജിറ്റേറ്റഡ് ആയപ്പോഴാണ് തുടങ്ങിയത്. ഇതുപോലെ തന്നെയല്ലേ ഇതും. അല്ല, ചേച്ചി പറഞ്ഞത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു ആനുകൂല്യം പാർട്ടിയുടെ കെയർ ഓഫിൽ ഇന്നാളുടേതാണെന്ന് മേടിച്ചെടുക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലേക്കൊരു മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയ പ്രവർത്തനം. അത് ശരിയായിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആരുടെ ഭാഗത്തു നിന്നാലും തെറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇവിടുത്തെ ഒരു സാധാരണക്കാരന് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, പ്രധാനമന്ത്രി ആയതുകൊണ്ട് നീ അനുഭവിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് അത്തരത്തിലേക്ക് രാഷ്ട്രീയം അതല്ല ഒരു ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും കാര്യം എന്ന് പറയും. അപ്പം ഇതിനകത്ത് ഞാനീ പറഞ്ഞു വന്നത് ഇവർക്ക് 3 പേർക്കും ഉള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഷാഫി പറമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്തിട്ട് ഈ പാർട്ടിക്കകത്തൊന്ന് ഫ്രണ്ട് ഫേസിൽ വരാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പാർട്ടി ഒന്ന് തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാനും നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. മാത്രമല്ല പിന്നെ അതിനകത്ത് ഒരു ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ അറിയാലോ. മറ്റ് ഇപ്പം അയാൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പിനകത്ത് ഉമ്മൻചാണ്ടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ ചാണ്ടി ഉമ്മൻ ഇവർ തമ്മിൽ ബന്ധമില്ലല്ലോ. ഇന്നലെ വലിയൊരു ചർച്ചയിൽ 3 പേരും കൂടി ഇരുന്ന മാധ്യമപ്രവർത്തകർ വിളിച്ചിരുത്തിയായിരിക്കും ഇവരെ ഈ യൂത്ത് വിങ്ങിനകത്ത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ടീമായിരുന്നു. ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഫിഗർ കുറേ കാലം നമ്മൾ ഇവരുടെ എല്ലാം ഭാഗത്തുനിന്ന് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ബൈ ഇലക്ഷൻ തന്നെ ചാണ്ടി ഉമ്മൻ വീട് കയറുന്നിടത്ത് വേറെ ഭാഗം മാറ്റിയാണ് വീട് കയറിയത്. അപ്പൊ അതിനകത്ത് മാനസിക അല്ലെങ്കിൽ അകൽച്ച ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ചില ആരോപണങ്ങളൊക്കെ വരികയും വീണ്ടും ചാണ്ടിയുമ്മൻ ഫിഗറിലേക്ക്. ചാണ്ടിയുമ്മൻ അവിടെ നിന്ന് വളരെ പയ്യെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്ത അതേ പ്രവർത്തികൾ കൃത്യമായിട്ട് ചെയ്ത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വലിയ പൊളിറ്റീഷ്യനായിട്ട് ഉയർന്നു വരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതൊരു പരിധിവരെ നമ്മൾ അന്വേഷിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ലെങ്കിലും ശരിയായി വരുന്നു, കോൺഗ്രസിനകത്ത് ശരിയായി വരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുക. നാളെ കാലത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഭാവിയിൽ ഈ പറയുന്നത് പോലെ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിന് വേണ്ടപ്പെട്ട ഒരാളായിട്ട് വരും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന പോലെ ഷാഫി ഏത് വിഷയത്തിലും ചാടുന്നു. ഷാഫിക്ക് ഒരു പേരുണ്ടായിരുന്നു, എന്താണെന്നറിയോ? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ മുസ്ലിം ആണെങ്കിൽ പോലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ പുതിയ വർഗീയവാദികൾ ആണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പറച്ചിൽ നിൽക്കുമ്പോൾ ഷാഫിക്ക് എല്ലാ ജാതിക്കും ഇടയിൽ ഒരു നല്ല അംഗീകാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ടോ എന്നതിന് സംശയമുണ്ട്. ഈ മനസ്സിലായി. ഇപ്പം
ഷാഫി വീണ്ടും ഹീറോയിൽ വരുന്നതിന് വേണ്ടിയാണ് ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്. ഇപ്പൊ മൂക്ക് 4-8 7 ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അത് അത്രത്തോളം വരുമെന്ന് വിചാരിച്ച് കാണത്തില്ല. കാരണം ഈ അത് കോൺഗ്രസ് മൂക്ക് ഇപ്പം ഇപ്പോഴത്തെ നമ്മൾ വരുന്ന വാർത്ത കണ്ടനുസരിച്ച് മൂക്കിനകത്ത് ഒരു 3 പൊട്ടലുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ ഷാഫി അടിച്ചു, MP അടിച്ചു, MLA അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ അവിടെ ബഹളമുണ്ടായ സ്ഥലത്തെ അവസ്ഥയെപ്പറ്റി രാഷ്ട്രീയത്തിനകത്ത് അറിയാവുന്നവർക്കറിയാം. പേരാമ്പ്ര CPM-ന്റെ കോട്ടെ അവരിങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഷാഫി എന്നാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്നാലും അവരടിക്കും. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയാണ്, പോലീസുകാര് അവിടോട്ട് ഇവരെ കിട്ടുന്നതിന് വേണ്ടി പോലീസ് ഇടയ്ക്ക് നിന്നിട്ട് വീണ്ടും തള്ളിക്കയറി അങ്ങോട്ട് ചെല്ലാതെ ഒരു വഴി വരെ രക്ഷപ്പെടുത്തിയതാ. ഇപ്പൊ മൂക്ക് 3 ഒടിഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ല, അവരുടെ കിട്ടിയാല് അവർ നിവൃത്തിയില്ലാതിരിക്കും. അപ്പൊ അത് അവരുടെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ചില കേന്ദ്രങ്ങളിൽ ചെന്ന് പെട്ടാനുള്ള ഒരു കുഴപ്പം. അപ്പം ചേച്ചി പറഞ്ഞല്ലേ, ഏത് രീതിയിലുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും ഇനിയത്തെ കാലത്ത് സ്കോപ്പ് ഉണ്ട്, ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒന്നും ഇനിയത്തെ കാലത്ത് സ്കോപ്പ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ കേരളത്തിലൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ജനതയുടെ കാലത്തിലേക്ക് വരുവാണ്. നമ്മുടെ ഈ പഴയ ജിമുക്ക് പൊളിറ്റിക്സ് ഒന്നും നടക്കത്തില്ല. ഇന്നലെ രാത്രി താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാ ചാനലിലും കാണിക്കുന്ന 700-800 വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാ സ്ഥലവും ഉപരോധിച്ചിരിക്കുക, ദേശീയപാത ഉൾപ്പെടെ ഉപരോധിച്ചിരിക്കുക. അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? ആൾക്കാർ വീടുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, വെള്ളിയാഴ്ചയാണ് ദേശീയപാത ഉപരോധിക്കുന്നു, അക്രമാസക്തമാകുന്നു, ഞങ്ങൾ ജീവൻ വെടിയാൻ വരെ തയ്യാറാണെന്ന് പറയുന്നു. ഇതൊക്കെ പോസിറ്റീവ് അല്ല. ഇപ്പൊ പഴയതുപോലെയുള്ള ഒരു പൊളിറ്റിക്സ്, പഴയതുപോലെ ആളുകളെ റോഡിൽ ഇറക്കി നിർത്തിയാലും പ്രകടനം നടത്തിയാലും ആൾക്കൂട്ടം ഇത് നടത്തിയാലും ഒന്നും നാട്ടുകാർ കണ്ട് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്തെന്നറിയോ? CPM-നകത്ത് പണ്ട് 100 പേര് വരുന്നിടത്ത് ഇപ്പൊ 25 പേരാ വരുന്നത്. അതിപ്പോഴും അതേ രീതിയിൽ ഡെയിലി എണ്ണയൊഴിച്ച യന്ത്രം പോലെ വർക്ക് ചെയ്യിച്ചിട്ടും കമ്മിറ്റി കൂടിയിട്ടും ഈ പറയുന്ന 25 പേരെ വരുന്നുള്ളൂ. ആ സംഘടനാ സംവിധാനം സെറ്റപ്പ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്കറിയാം ഇതുകൊണ്ട് ആള് ഈ പറയുന്ന പോലെ വെളിയിൽ നിന്ന് ഒരാൾ ഇത് കണ്ട് വോട്ട് ചെയ്യത്തില്ലെന്നൊക്കെ ഉള്ള കാര്യം അറിയാം. മനസ്സിലാവുന്നുണ്ടോ? ജനത്തിന് വേറെ ചിന്തയാണ്. ജനത്തിന് ഇപ്പം എന്താണ് ആൾക്കാർ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായും വ്യക്തമായും അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഗ്രഹിച്ചാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എത്ര പേര് പറഞ്ഞണക്കും, എത്ര വിഷയം ഉണ്ടാകണക്ക്, എത്ര വർഗീയത എന്നൊക്കെ പറയുമ്പോഴും യോഗി നിൽക്കുമ്പോഴും മോദി നിൽക്കുമ്പോഴും ഒക്കെ ഇവർ പറയുന്ന ആൾക്കാർക്കപ്പുറം ജാതിക്ക് മറന്ന് മുസ്ലിങ്ങളും ഒക്കെ വോട്ട് ചെയ്യുന്നത്. മനസ്സിലായി, അവർ ചെയ്യുന്ന കാര്യത്തിനകത്ത് കൃത്യത വരുത്തി പോകുന്നു. പിന്നെ മാത്രം സ്ത്രീകൾ വരെ ഉത്തർപ്രദേശിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യോഗിജി അവതാര പുരുഷ എന്നാണ് അവര് പറഞ്ഞത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു മാന്യത കിട്ടിയത്, മുത്തലാഖിന്റെ ബില്ലിന്റെ ഒക്കെ സമയത്ത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് തിരിച്ചറിവായി. ഈ ഗോഷ്ഠി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതൊക്കെ ഈ പറയുന്നതുപോലെ BJP ശ്രദ്ധിക്കേണ്ട. ചേച്ചി BJP-യുടെ കൗൺസിലറായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യം ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ ഈ പറയുന്ന പോലെ നേരത്തെ BJP-യുടെ സ്റ്റേറ്റ് കൗൺസിൽ അങ്ങനെ ഒരു സാധനമില്ലേ ഉണ്ട്. അപ്പൊ അമിത്ഷാ വന്ന് പങ്കെടുത്ത തിരുവനന്തപുരത്ത് വെച്ചാണ്. അന്ന് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അന്ന് അദ്ദേഹം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടി ഒരു ഫോർമുല അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് അറിയാം. നമ്മൾ രാജഗോപാൽ MLA ആകുന്നതിന് മുമ്പാണോ MLA ആകുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് MLA ആയിക്കഴിഞ്ഞ് എന്തോ രാജഗോപാലിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കോർപ്പറേഷൻ പിടിക്കണം, നിങ്ങൾക്ക് ഇവിടെ വലിയ സാധ്യതയുള്ള ഒരു അന്ന് സാധ്യത ഏറ്റവും കൂടുതലുള്ള ഇപ്പോഴാണല്ലോ കുറച്ചുകൂടെ വ്യാപിച്ചത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് അത് പറഞ്ഞ് ഇവിടെ നമുക്ക് ജനപ്രതിനിധികളെ ഉണ്ടാക്കാൻ സാധിക്കണം. MLA-മാരാണോ MP-മാരുണ്ടാവണം. ഇപ്പം കൗൺസിലർമാരുണ്ടല്ലോ, നിങ്ങളൊരു ഇപ്പോൾ ഉണ്ട് അല്ല, അന്നും കൗൺസിലർമാർ എണ്ണത്തിൽ കുറവുണ്ട്. അമിത്ഷാ പറഞ്ഞു നേരെ പുള്ളിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ വലിയ വിഷയം അദ്ദേഹം പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ, രാജഗോപാൽ ഇവിടെ മേയർ സ്ഥാനാർത്ഥി ഒരു വാർഡിൽ മത്സരിക്കണം. അപ്പം രാജഗോപാൽ വാർഡിൽ മത്സരിക്കുമ്പം ആൾക്കാർ പറയാൻ തുടങ്ങുമല്ലോ ഓട്ടോമാറ്റിക്കലി, അദ്ദേഹമായിരിക്കും അടുത്ത മേയർ, അദ്ദേഹമായിരിക്കും അടുത്ത. അപ്പം അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുള്ള ആളാണല്ലോ. അദ്ദേഹത്തെ മേയറാക്കാൻ വേണ്ടി ഈ പറയുന്നത് പോലെ അദ്ദേഹം മേയറാവാൻ വേണ്ടി BJP-ക്ക് അനുകൂലമായിട്ട് പലയിടത്തും കൗൺസിലർമാരെ ജയിപ്പിക്കുന്ന ഒരവസ്ഥ വരും. അദ്ദേഹം മേയറായി BJP-യുടെ മേയർ തിരുവനന്തപുരത്തുണ്ടായാൽ പിന്നുള്ള ഗുണം എന്തോ? ഇത് എത്രയോ ഈ കോർപ്പറേഷൻ എത്ര നിയമസഭാ മണ്ഡലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂരിപക്ഷം ഉണ്ടായിട്ടാണല്ലോ ആ മേയറാവുന്നത്. അപ്പം ഭൂരിപക്ഷം കൗൺസിലർമാർ നമ്മുടേതാവുമല്ലോ. ആ കൗൺസിലർമാർ താഴെത്തട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ബന്ധമുള്ളവരാവുമല്ലോ. അപ്പോൾ അവിടെ 2-3 സീറ്റ് ജയിച്ചു വരുന്നതിന് പാടുണ്ടോ? ഇതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം തിരുവനന്തപുരത്ത് നിന്ന് MLA-മാരുണ്ടാവും. അങ്ങനെ MLA-മാരുണ്ടായാൽ ആ MLA-മാർ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായാൽ അത് കണ്ടിട്ട് വേറെ പലയിടത്തും MLA-മാരുണ്ടാവും. അങ്ങനെ ഭരണം പിടിക്കും. അതേ രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൂടിയും അല്ലെങ്കിൽ അത്തരം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്നാലൊക്കെ അധികാരത്തിൽ വരത്തുള്ളൂ. ഇപ്പോഴും അടുത്ത പ്രാവശ്യം CPM അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന പോലെ ആ ജനപ്രതിനിധികൾ തന്നെയാണ്. CPM-നെ എത്ര കുറ്റം പറഞ്ഞാലും
നമ്മൾ ജനപ്രതിനിധികളുടെ കാര്യം ശരി, പക്ഷേ അവരുടെ ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലുമുള്ള പലരും വേറിട്ട് നിൽക്കുക എന്നുള്ള വ്യക്തമായ അറിവ് ഞങ്ങൾക്കുണ്ട്. അവരാരും തന്നെ അവരുടെ മെമ്പർഷിപ്പ് കളഞ്ഞിട്ടില്ല, പക്ഷെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയോ പഴയ പോലെ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയോ ചെയ്യുന്നില്ല. അവരൊന്നും വലിഞ്ഞു നിൽക്കുകയാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. തോന്നിയിട്ടുണ്ടോ? അല്ല, അതിനകത്തൊന്നും കാര്യമില്ല. ഇതിനകത്ത് ഞാൻ വലിയ കാര്യം പറഞ്ഞാൽ ഇപ്പം നിയമം സീറ്റാണല്ലോ രാജഗോപാൽ ജയിച്ചത്. അടുത്ത പ്രാവശ്യം നിയമത്തിൽ BJP ജയിക്കും തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയാം. രണ്ട് കൈയും വിറയ്ക്കുക. രണ്ടുപേര് പിടിച്ചാലേ ശിവൻകുട്ടിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ശിവൻകുട്ടി വീണ്ടും മത്സരിച്ച് അവിടെ ജയിക്കും. അതിന് കാരണം പറയുന്നത്, ഞാനിപ്പോൾ ഒരു കാരണം പറഞ്ഞാൽ എത്ര അഴിമതി ആരോപണം ഉന്നയിച്ചാലും ഈ പറയുന്ന നമ്മൾ ചോദിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഒരു അക്ഷരം ഒരു സെന്റൻസ് വ്യക്തമായി പറയാൻ, അതയാളുടെ ഷുഗറിന്റെ പ്രശ്നവും അസുഖത്തിന്റെ പ്രശ്നവും. പക്ഷേ ശിവൻകുട്ടി ഞാനീ പറഞ്ഞു വരട്ടെ, ശിവൻകുട്ടി എന്ന് പറയുന്ന ആള് ഇപ്പൊ ചേച്ചിയുടെ മണ്ഡലത്തിൽ, ചേച്ചി ഒരു കൗൺസിലറാണല്ലോ, ചേച്ചിയുടെ മണ്ഡലത്തിൽ വന്നിട്ട് ചേച്ചിയുടെ ആൾക്കാർ ചോദിക്കുക ചേച്ചി എങ്ങോട്ടും ചോദിച്ചാലേ അവര് ഞങ്ങൾക്ക് പ്രാപ്തയാ, ഞങ്ങളുടെ കാര്യത്തിൽ മൊത്തം അവരുണ്ട്. ചേച്ചി വെളിയിൽ ചിലപ്പോൾ ആൾക്കാർ ഞാൻ നോക്കി കാണുമ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരാളാണോ അല്ലെ കൊള്ളത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കും. ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലൂടെ ഒന്ന് ചോദിച്ചു നോക്കണം. പാർട്ടിക്ക് അപ്പുറമോ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരാൾ ചെന്നാൽ ഞാൻ പറയുക അയാളെ സാധിച്ചു കൊടുക്കും. അന്ന് അത്രയ്ക്ക് വലിയ ജനപ്രതിനിധി. ഞാനീ പറഞ്ഞത് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ എണ്ണം കൂടുതലാണ് CPM. അവരെ അങ്ങനത്തുള്ള ജനപ്രതിനിധികളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത് കോൺഗ്രസിന്റെ തിരുവഞ്ചൂരാഷനെ എന്താ കഴിഞ്ഞ പ്രാവശ്യം 36 വോട്ടിനാണ് ജയിച്ചത്. ഞാൻ പറഞ്ഞ കരുനാപ്പള്ളി മകേഷിനെ എന്താ തോൽപ്പിക്കാൻ പറ്റാത്തത്? ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റും കോൺഗ്രസിന് പിടിക്കാൻ പറ്റില്ല. രമേശ് ചെന്നിത്തല എന്താ തോൽപ്പിക്കാൻ പറ്റാത്തത്? BD സതീശൻ നിൽക്കുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ CPMന്റെ കുത്തകയാണ്. BD മാറ്റിയാൽ അവിടെ ജയിക്കും. കണ്ടില്ലേ, കോന്നി പ്രകാശിനെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. പ്രകാശ് മാറിയപ്പോൾ CPM ഉണ്ടോ? കാരണം പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ CPM ഉള്ളതാണ്. ഇതുപോലുള്ള ജനപ്രതിനിധികൾ കൂടുതൽ ഇപ്പോഴും ഉള്ളത് CPM-നാണ്. ഞാനീ പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പൊ ചേച്ചി ഒരു ഈ പറയുന്ന കൗൺസിലർ, അവിടുത്തെ പ്രവർത്തനം കൃത്യമാണെങ്കിൽ ആദ്യം വോട്ട് ചെയ്യാത്തവര് വോട്ട് ചെയ്യാത്തവർ ആദ്യം വിചാരിക്കും പിന്നെ അവരോടുകൂടി നിങ്ങൾ ഇടപഴകി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഇല്ല. സുരേഷ് ഗോപി എങ്ങനെ അവിടെ ജയിച്ചേ? സുരേഷ് ഗോപി ആദ്യത്തെ 5 കൊല്ലം നിന്നപ്പോൾ സുരേഷ് ഗോപി BJP ആയിട്ട് കണ്ടു. സുരേഷ് ഗോപി പിന്നെ അയാൾ അവിടെ ഇറങ്ങി വന്നപ്പോൾ അവിടെ BJP ഇല്ല. ക്രിസ്ത്യാനിക്ക് സുരേഷ് ഗോപി നമ്മുടെ ആളാണ്, ഞങ്ങളോട് മര്യാദ സംസാരിക്കും, എന്തോ BJP മനസ്സിലാവുന്നുണ്ട്. അതാ ഞാൻ പറയാം, അപ്പോഴത്തെ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതിന് ഞാനൊരു കാര്യം പറയുന്നു. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആളുകൾ സാധാരണ വോട്ട് ചെയ്യാൻ ജനങ്ങൾ ആ പ്രതിനിധിയെ കണ്ടിട്ടാണ്, കാൻഡിഡേറ്റിനെ കണ്ടിട്ടാണ്, പാർട്ടി നോക്കിയിട്ടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല പ്രാധാന്യമുള്ള വ്യക്തികളെ ഫീൽഡ് ചെയ്യുന്ന പാർട്ടികൾക്കല്ലേ അവിടെ കൂടുതൽ ചാൻസ് ഉണ്ടാകുന്നു. CPM നോക്കിയിട്ട് അങ്ങനെ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് സ്ഥാനാർത്ഥിയാണ്, ഇപ്പം എൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നത് റിട്ടയർ ചെയ്തൊരു പ്രിൻസിപ്പളാണ്. അവർ വിചാരിച്ചിട്ടേ ഇല്ല പാർട്ടിയിലേക്ക് വരണം എന്ന് ഒരു പാർട്ടിയിലും. പക്ഷെ അവരെ അപ്രോച്ച് ചെയ്ത ഇലക്ഷൻ സമയത്ത് അവർ നിന്നു, അവർ ജയിച്ച് കൗൺസിലറായി. അപ്പം അതുപോലെ മുഖങ്ങളെ, നല്ല മുഖമുള്ള ആൾക്കാരെ പാർട്ടികൾ കണ്ടുപിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് അത് പാർട്ടി വോട്ടാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പാർട്ടി വോട്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് വോട്ടിനകത്ത് ഏത് വോട്ടാണെന്ന് കിട്ടിയെന്ന് രഹസ്യസ്വഭാവത്തില്ലേ വോട്ട് വരുന്നത്? മനസ്സിലാവുന്നില്ല, പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം ഉണ്ടായാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനപ്രതിനിധികളെ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ എല്ലാ വർഷവും 5 വർഷം കോൺഗ്രസ്, 5 വർഷം കമ്മ്യൂണിസ്റ്റ്, UDF, LDF, അതായത് കുറേ പേര് നടുക്ക് മതിലിൽ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത ആളുകളായിരുന്നു എന്ന് പറയാം. ആ പാർട്ടി എങ്ങനെ ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തെ അവസ്ഥ അങ്ങനെയാണ്. അവർ മതിലിന് പുറത്തിരിക്കുന്ന തേങ്ങ എന്നാണ് നമ്മൾ അവരെക്കുറിച്ച് പറയുക. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ 2 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചല്ലോ. അങ്ങനെ മാറുമ്പോൾ ഇവർക്കൊരു ദിശാബോധം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിയോടൊപ്പം സഞ്ചരിക്കണം എന്നൊരു ബോധം വന്നു തുടങ്ങിയതായി താങ്കൾക്ക് തോന്നുന്നു? ജനങ്ങൾക്ക് ഇപ്പൊ ഈ മതിലിന് മുകളിലിരിക്കുന്ന നിഷ്പക്ഷമതികളായ ജനങ്ങളുണ്ടല്ലോ ചേച്ചി, അതിനകത്ത് ഇപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ 3.5 കോടി ജനം ഉള്ളത് ഇവിടെ 5 ലക്ഷം മെമ്പർഷിപ്പ് അല്ലേ ഉള്ളൂ CPM-ന്. BJPക്ക് എത്ര മെമ്പർഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യം നമുക്ക് കണക്കെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ അല്ല, പാർട്ടി ജനങ്ങളല്ലല്ലോ ഭൂരിഭാഗവും. അതിനകത്തൊരു 10% അല്ലേ വരുന്നുള്ളൂ. ഞാനീ പറഞ്ഞത് അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അടിമത്ത സ്വഭാവം ഇപ്പൊ മാറി. അത് കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പണ്ട് എവിടെ ഇരുന്നാലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു, പഴയ ക്രിസ്ത്യാനികളും നായന്മാരും. അത് മാറി, ജയിക്കും, അതൊക്കെ പഴയ അവരൊക്കെ മരിച്ചുപോയി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞു തോന്നുന്നു, ജനത്തിന്റെ ചിന്ത ഒക്കെ മാറി. അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ അവർ ജാതിയും മതവും പാർട്ടിയും ഒന്നും നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം പഠിക്കാൻ. അതിന് ഉദാഹരണമായിട്ടുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു പരിധിവരെ ഈ 52
ശതമാനത്തോളം ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർ തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്സിന്. അപ്പം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന ഭരണാധികാരികൾക്ക് തിരഞ്ഞെടുത്ത് പോയാൽ വികസനം മാത്രമേ നോക്കത്തുള്ളൂ. ഇപ്പോൾ പഴയതുപോലെ അല്ല കാര്യങ്ങൾ. ഒരു ഗസ് ഞാൻ പറയാം, 3 പാർട്ടിയുണ്ട്. ഇപ്പൊ ഒരു പെർസെൻറ്റേജ് ലെവലിൽ താങ്കളൊന്ന് കൺക്ലൂഡ് ചെയ്യൂ. UDF എത്ര കിട്ടും, LDF എത്ര കിട്ടും, അത് മാത്രം BJP എത്ര കിട്ടും, പെർസെൻറ്റേജ് വരും. BJP ഈ പ്രാവശ്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 20% അല്ലേ കിട്ടിയിരുന്നത്. അവർ ഒരു പക്ഷേ 2-3% കൂടെ വർധന വരുത്തിയേക്കാം. BJPക്ക് നേട്ടം ഉണ്ടാവാം. പക്ഷെ അടുത്ത പ്രാവശ്യം എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് 2026 പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും. ഞാൻ വേറൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അപ്പുറം അധികാരത്തിൽ വരാൻ പ്രാപ്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനെ നയിക്കാൻ ഇപ്പം നമ്മൾ പണ്ട് കരുണാകരൻ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞ ആള് മുഖ്യമന്ത്രി ആവുമെന്ന് തീരുമാനിച്ച് ബാക്കി ഏത് വാഴ വന്നാലും വരട്ടെന്ന് പറയും. ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴുണ്ട്. ഇപ്പം ആരുണ്ട് കോൺഗ്രസ്? BJPക്കും അത്തരത്തിൽ ഇവിടെ ആൾക്കാർക്ക് കൊള്ളാം എന്ന് ഏറ്റെടുക്കാൻ പറ്റിയൊരു നേതാവ് ഇതുവരെ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ശേഷം ആര് വരാനാണ്? പിണറായി വിജയന് ശേഷം CPM-ന്റെ അവസ്ഥ 26 പിണറായി തന്നെ വരും. വയ്യല്ലോ. അല്ല, അത് പക്ഷേ ലക്ഷ്യം നേരുന്ന കൊണ്ടുതന്നെയായിരിക്കും. മാറ്റി അവർ തീരുമാനിക്കുന്നില്ല. മാറ്റി തീരുമാനിച്ചാൽ വരാൻ പാടാ. പിണറായിക്ക് ശേഷം പ്രളയമൊക്കെ ആട്ടോ, അത് സത്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.